വർഷം 2016. സ്കൂൾ വാർഷിക പരീക്ഷയ്ക്ക് 2 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ റിയാൻ പരാഗ് എന്ന 10ാം ക്ലാസ്സുകാരനെ തേടി ഒരു ഫോൺ കോൾ എത്തി. ഒരേ സമയം സന്തോഷവും അതിനൊപ്പം സന്ദേഹവും നൽകുന്ന ഒരു സന്ദേശമായിരുന്നു അത്. ഇന്റർസ്റ്റേറ്റ് 2020 മത്സരത്തിൽ ആസാമിനെ പ്രതിനിധീകരിക്കാനുള്ള സുവർണാവസരമായിരുന്നു അന്ന് ആ 14കാരനെ തേടിയെത്തിയത്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് കഷ്ടിച്ച് 48 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെത്തിയ ഈ സന്തോഷ വാർത്ത റിയാൻ തൻ്റെ മാതാപിതാക്കളെ അറിയിച്ചു. ആസാം സ്റ്റേറ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമായിരുന്ന പരാഗ് ദാസ് എന്ന ആ പിതാവ് റിയാനോട് പറഞ്ഞത് ഒരേയൊരു വാക്കാണ്: നിന്നെ തേടി ഇതുപോലെ ഒരു അവസരം ഇനി വന്നു ചേരുകയില്ല. നെഞ്ചിൽ കൈവച്ച് നിനക്ക് ശരിയെന്തെന്ന് തോന്നുന്നത് നീ ചെയ്യുക. റിയാൻ പരാഗ് എന്ന ആ 14കാരന് പറയാൻ ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: ക്രിക്കറ്റ്. അങ്ങനെ തൻ്റെ ക്രിക്കറ്റ് കിറ്റും എടുത്ത് വീട് വിട്ടിറങ്ങിയ റിയാൻ പരാഗ് ആസാം സ്റ്റേറ്റ് ടീമിൻ്റെ ഭാഗമായി 2020 അരങ്ങേറ്റം കുറിച്ചു. ആ മത്സരത്തോടെ ഇന്ത്യയിൽ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം നടത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയായി റിയാൻ പരാഗ് എന്ന ആസാം സ്വദേശി മാറി. 2017 റിയാൻ പരാഗ് തൻ്റെ ആദ്യ രഞ്ജി ട്രോഫി മത്സരം ആസാമിന് വേണ്ടി കളിക്കുന്നത്. അതേ വർഷം തന്നെ അണ്ടർ-19 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലും ഇടം പിടിച്ചു. 2017 ഇന്ത്യൻ യൂത്ത് ടീമിനെ പ്രതിനിധീകരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയ റിയാൻ പരാഗ് പൃഥ്വി ഷായ്ക്ക് ശേഷം ആ സീരീസിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരവുമായി. ആഭ്യന്തര ക്രിക്കറ്റിൽ സ്വപ്ന ഫോമിൽ തുടരവെയാണ് 2018 IPL താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് പരാഗിനെ സ്വന്തമാക്കുന്നത്. 20 ലക്ഷം രൂപ എന്ന അടിസ്ഥാന വിലയിൽ ടീമിലെത്തിയ റിയാൻ 2019 IPL അരങ്ങേറ്റവും കുറിച്ചു. 17 വയസ്സും 185 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ രാജസ്ഥാൻ റോയൽസിനായി റിയാൻ നേടിയ അർദ്ധ സെഞ്ചുറി ഇന്നും IPL ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം നേടുന്ന അർദ്ധ സെഞ്ചുറിയാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്ര വലിയ പ്രകടനമൊന്നും നടത്താൻ പരാഗിന് സാധിച്ചില്ല. 2019 സീസണിൽ 7 മത്സരങ്ങളിൽ നിന്നായി 160 റൺസ് മാത്രമായിരുന്നു പരാഗിൻ്റെ സമ്പാദ്യം. 2020 IPL സീസണിൽ 12 മത്സരം കളിച്ച റിയാൻ ആകെ നേടിയത് 86 റൺസ്. തൊട്ടടുത്ത സീസണിലും നിറം മങ്ങിയ പ്രകടനമായിരുന്നു റിയാൻ പരാഗ് പുറത്തെടുത്തത്. 2021 സീസണിൽ 11 മത്സരം കളിച്ച താരം ആകെ നേടിയത് 93 റൺസാണ്. മോശം പ്രകടനം തുടരെ നടത്തുമ്പോഴും ടീമിൽ റിയാൻ തുടർന്നത് അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് മികവ് കൊണ്ടുകൂടിയായിരുന്നു. എടുക്കുന്ന റൺസിനേക്കാൾ കൂടുതൽ റൺസ് സേവ് ചെയ്യുന്ന കൗമാരക്കാരനെ രാജസ്ഥാൻ റോയൽസും ചേർത്ത് തന്നെ നിർത്തി. എന്നാൽ രാജസ്ഥാൻ ആരാധകർക്ക് പോലും പരാഗിൽ വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. തുടരെ നിരാശപ്പെടുത്തുന്ന റിയാന് പകരം മറ്റൊരു താരത്തിനെ കൊണ്ടുവരണമെന്ന് രാജസ്ഥാൻ ആരാധകർ തന്നെ ആവശ്യമുയർത്തി. 2022 മെഗാ താരലേലത്തിന് മുൻപ് രാജസ്ഥാൻ റിയാൻ പരാഗിനെ ടീമിൽ നിന്ന് റിലീസ് ചെയ്തു. എന്നാൽ ആഭ്യന്തര മത്സരങ്ങളിൽ മിന്നുന്ന ഫോം തുടർന്ന പരാഗിന് വേണ്ടി IPL ലേലത്തിൽ കടുത്ത മത്സരമുണ്ടായി. ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും ലേലത്തിൽ റിയാനായി രംഗത്തെത്തി. അടിസ്ഥാന വിലയും കടന്ന് മുന്നേറിയ ആ ലേലം ഒടുവിലെത്തി നിന്നത് 3,80 ലക്ഷം രൂപയിലാണ്. ശക്തമായ ലേലത്തിനൊടുവിൽ ഈ തുകയ്ക്ക് രാജസ്ഥാൻ തന്നെ പരാഗിനെ തിരികെ ടീമിലെത്തിക്കുകയായിരുന്നു. എന്നാൽ 2022 IPL തിളങ്ങാൻ താരത്തിന് സാധിച്ചില്ല. 17 മത്സരങ്ങളിൽ നിന്നായി 183 റൺസ് മാത്രമാണ് റിയാൻ നേടിയത്. 2023 7 ഇന്നിംഗ്സുകളിൽ 78 റൺസുകളിൽ റിയാൻ ആ സീസൺ അവസാനിപ്പിച്ചു. 2024 IPL രാജസ്ഥാനേക്കാളും റിയാൻ പരാഗിന് കൂടി നിർണായകമായിരുന്നു. നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങൾ തുടരെ നടത്തുമ്പോഴും സൈഡ് ബെഞ്ചിലിരുത്താതെ ചേർത്ത് പിടിക്കുന്ന തൻ്റെ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുക, ഒപ്പം IPL തുടരെ നിറമങ്ങുന്ന താരമെന്ന ചീത്തപ്പേരും മാറ്റുക. ഈ 2 ചിന്തകളുമായി സീസൺ തുടങ്ങിയ റിയാൻ പരാഗിൻ്റെ പുതിയൊരു പതിപ്പിനാണ് ഈ IPL സീസൺ സാക്ഷ്യം വഹിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, ആപൽ ഘട്ടങ്ങളിലെല്ലാം രക്ഷകനാകുന്ന പുതിയൊരു റിയാൻ പരാഗിനെയാണ് ഈ പതിപ്പിൽ IPL കാണാനാകുന്നത്. ആദ്യ മത്സരത്തിൽ ലക്നൌവിനെതിരെ 29 പന്തിൽ 43 റൺസ് എടുത്ത പരാഗ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നേടിയത് 84 റൺസായിരുന്നു. 45 പന്തിൽ 7 4ഉം 6 6ഉം അടങ്ങുന്നതായിരുന്നു ആ ഇന്നിംഗ്സ്. ഏറ്റവും അവസാനമായി ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈക്കെതിരെ മുൻനിര തകർന്നടിഞ്ഞപ്പോൾ പൊരുതി നേടിയ 54 റൺസ് വരെ റിയാൻ പരാഗ് എന്ന 22 വയസ്സുകാരൻ്റെ തിരിച്ചുവരവ് കൂടിയാണ്. ഈ സീസണിൽ രാജസ്ഥാൻ്റെ ഭാവി തീർച്ചയായും റിയാൻ പരാഗിൻ്റെ പ്രകടനത്തെ കൂടി ആശ്രയിച്ചാകും എന്നതിൽ സംശയമേതുമില്ല.